UDF ഗവൺമെൻറ് പ്രകടന പത്രികയിൽ കൊടുത്തിരുന്ന ഒരു വാഗ്ദാനമാണ് സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര, സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും സൗജന്യ യാത്ര ലഭ്യമാക്കുമെന്ന്. ആ പറഞ്ഞതുപോലെ തന്നെ ഭരണത്തിൽ വന്ന അധികം താമസിയാതെ തന്നെ ഈ വാഗ്ദാനം പാലിച്ചുകൊണ്ട് തീരുമാനങ്ങളെടുത്തു. ഇതെങ്ങനെ നടപ്പാക്കും, ഇത് നടക്കുമോ എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ധാരാളം വന്നിരുന്നു. പക്ഷേ 37 വാഹനങ്ങളുടെ അകമ്പടിയോടെ സഞ്ചരിച്ചിരുന്ന മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് നാം കാണുന്നത് വെറും 2 വാഹനങ്ങളുടെ അകമ്പടിയോടെ സഞ്ചരിക്കുന്ന വിനയാന്വിതനായ ഒരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വാഗ്ദാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ട് തന്നെയാണ് പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയത്. അപ്പോൾ ഈ ഒരു മാസം കൊണ്ട് തന്നെ, ഇപ്പോൾ ഒരു മാസം ഇന്നലെ പൂർത്തിയായിരിക്കുകയാണ്, ഒരു മാസം കൊണ്ട് തന്നെ 95 കോടിയുടെ സൗജന്യ യാത്ര ലഭ്യമാക്കി എന്നാണ് മനസ്സിലാകുന്നത്. 95 കോടിയുടെ 3 കോടി സ്ത്രീകൾ ഈ ഒരു മാസം കൊണ്ട് സൗജന്യ യാത്ര പ്രയോജനപ്പെടുത്തി എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു സമയത്ത്, അതായത് പ്രതിദിനം ശരാശരി 11-12 ലക്ഷം സ്ത്രീ യാത്രക്കാരാണ് KSRTCയിൽ യാത്ര ചെയ്യുന്നത്. 3125 KSRTC ബസ്സുകളിലാണ് ഈ സൗകര്യം ലഭ്യമാക്കിയിരിക്കുന്നത്. സ്ത്രീ യാത്രക്കാരിൽ 40% വർധനവുണ്ടായിട്ടുള്ളതായിട്ടും പറയുന്നു. അപ്പോൾ ഇത്രയും കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ പ്രിയദർശിനി യാത്ര പദ്ധതി എത്ര ഗുണകരമായ ഒരു പദ്ധതിയാണ് സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴെന്ന്. കാരണം എല്ലാ സമൂഹങ്ങളിലും എല്ലാ കാലഘട്ടങ്ങളിലും സ്ത്രീകൾ അടിച്ചമർത്തപ്പെട്ടവരാണ്, 2ാം തരം പൗരന്മാരാണ്. ഒരുപാട് കാലം സ്ത്രീകൾക്ക് വോട്ടവകാശം പോലും ഉണ്ടായിരുന്നില്ല എന്ന് വേണം നാം മനസ്സിലാക്കാൻ. അങ്ങനെയുള്ള സ്ത്രീകൾക്കാണ് ഇത്തരം ഒരു സാഹചര്യം. കർണാടകത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ഇതിനു മുൻപേ തന്നെ ഈ അവസരം സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ താമസിച്ചാണെങ്കിലും കേരളത്തിൽ KSRTC എപ്പോഴും നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധ സബ്സിഡിയോടും സഹകരണത്തോടും കൂടിയാണ് KSRTC മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് പോലും KSRTC വഴിയായിട്ട് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കാം സ്ത്രീകൾക്ക് വേണ്ടി എന്ന തീരുമാനം, അത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമായ ഒരു തീരുമാനമാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് അഭിനന്ദനാർഹമാകുന്നു? അല്ലെങ്കിൽ ഈ സ്ത്രീ സൗജന്യ യാത്ര ലഭ്യമല്ല എങ്കിൽ വനിതകൾ, അവർക്ക് പുറത്തു പോയി തൊഴിൽ ചെയ്യാവുന്ന തരത്തിലുള്ള വനിതകളുണ്ടാകാം. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന, അതായത് ഈ ബസ് ഫെയർ കൊടുക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന പെൺകുട്ടികൾ ഉണ്ടാകാം. അങ്ങനെ എല്ലാത്തരം, അതുപോലെ തന്നെ മരുന്ന് വാങ്ങാൻ പോകേണ്ട വയോജനങ്ങൾ ഈ കാരണം കൊണ്ട് തന്നെ മരുന്ന് വാങ്ങാൻ പോകാതെ സ്വന്തം വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. അങ്ങനെ പല തരത്തിൽ അവഗണിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അവനവൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ അടിയന്തര കാര്യങ്ങൾ ചെയ്യാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലേക്ക് സ്ത്രീകളെ ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ. അതുകൊണ്ടാണല്ലോ 40% സ്ത്രീ യാത്രക്കാരുടെ വർധനവ് ഉണ്ടാകുന്നത്. അപ്പം സ്വന്തം വാഹനത്തിൽ പോയിക്കൊണ്ടിരുന്നവരായിരിക്കണമെന്നില്ല ഈ 40% സ്ത്രീകൾ. കുറച്ച് പേരൊക്കെ സ്വന്തം വാഹനത്തിൽ പോയിക്കൊണ്ടിരുന്നത്, അത് ഇപ്പോൾ ഫ്രീ യാത്രയായപ്പോൾ സ്വന്തം വാഹനം വീട്ടിൽ വെച്ചിട്ട് അങ്ങനെ വരുമ്പോഴും അവിടെയും ഒരു സേവിങ് ഉണ്ടെന്ന് ഓർക്കണം. ദേശീയ തലത്തിലെ ഒരു സേവിങ് ഉണ്ട്. അതായത് പെട്രോളും ഡീസലും സ്വന്തം വാഹനം വീട്ടിൽ എത്തിയിട്ട് പബ്ലിക് വാഹനം ഉപയോഗിക്കുമ്പോൾ അത് വലിയ ഒരു സേവിങ് ആണ്. അതായത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും സേവിങ് എന്ന് മാത്രം നമ്മൾ പറഞ്ഞാൽ പോരാ. അതുവഴി ഒരുപാട് സ്വകാര്യ വാഹനങ്ങൾ കൂടി നിരത്തിലിറങ്ങിയാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ആ പൊല്യൂഷനും ഒരു നിയന്ത്രണം വരികയാണ്. ഇങ്ങനെ സ്ത്രീ യാത്രക്കാർ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം മാത്രം ഉപയോഗിക്കുന്നു എന്ന് വരുമ്പോൾ. ഒരുപക്ഷെ പല വിദേശ രാജ്യങ്ങളിലും പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം വളരെയധികം ആകർഷണീയമാക്കാൻ ശ്രമിക്കാറുണ്ട്. അതായത് പൊല്യൂഷൻ കുറച്ചു കൊണ്ടുവരുവാനും പൊല്യൂഷനെ അതിജീവിക്കാനും വേണ്ടി. അപ്പം അതിലൊരു ചെറിയ സ്റ്റെപ്പാണ് ഇവിടെ കേരളത്തിൽ സ്ത്രീകൾക്ക് ഇങ്ങനെ സൗജന്യ യാത്ര അനുവദിച്ചത്. അപ്പം നമുക്ക് അങ്ങനെ വരുമ്പോഴേക്കും KSRTCയുടെ ഒരവസ്ഥ നമുക്ക് എന്താണെന്ന് നോക്കാം. അതായത് ഇതുവരെ 100 കോടി മാത്രമാണ് ഈ മാസം അനുവദിച്ചത്. ആ 100 കോടി അനുവദിച്ചു എന്ന് പറയുമ്പോൾ
സാധാരണ 50 കോടി എല്ലാ, അതായത് കാലാകാലങ്ങളിൽ 50 കോടി KSRTCക്ക് സംസ്ഥാന ഗവൺമെൻറ് കൊടുത്താൽ മാത്രമേ ശമ്പളവും പെൻഷനും ഒക്കെ കൊടുത്ത് പിന്നെ അത് പെട്രോളും ഡീസലും ഒക്കെ അടിച്ച് അതിൻ്റെ യാത്ര തന്നെ നടക്കൂ. അങ്ങനെയുള്ള സമയത്താണ് ഈ 100 കോടി ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 100 കോടി കൊടുത്തു. 90, അതായത് സൗജന്യ യാത്രയ്ക്ക് വേണ്ടി തന്നെ ഈ ഒരു മാസം കൊണ്ട് 95 കോടിയുടെ ആവശ്യം വന്നു. പക്ഷേ 100 കോടിയാണ് കൊടുത്തത്. ഈ 100 കോടി കൊടുത്തതിൽ 50 കോടി സാധാരണ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നോർമലായിട്ട്. അപ്പോൾ ഇപ്പോൾ അഡീഷണലായിട്ട് 93 കോടിയുടെ ചിലവ് വന്നപ്പോൾ അതിൽ 50 കോടി കൊടുത്തു. ഇനിയും കൊടുക്കാൻ കിടക്കുകയാണ് 43 കോടി. ഇപ്പോൾ തന്നെ കുടിശ്ശികയായി 43 കോടി. അപ്പോൾ എന്താണ് അതിനുവേണ്ടി ചെയ്യാൻ ശ്രമിക്കുന്നത്? ഏതെങ്കിലുമൊക്കെ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. SBIയുടെ കൺസോർഷ്യത്തിൽ നിന്നുള്ള 50 കോടിയുടെ പ്രതിമാസ ഓവർ ഡ്രാഫ്റ്റ്, ആ പരിധി ഉയർത്തി 50 കോടി എന്നുള്ളത് 100 കോടിയോ അങ്ങനെ ഏതെങ്കിലും തരത്തിലേക്ക് ഉയർത്താം എന്ന് കരുതിയപ്പോൾ SBI അതിനോട് അനുകൂലമായ നിലപാടല്ല കൈക്കൊണ്ടിരിക്കുന്നത്. അതായത് അങ്ങനെ കടം കൊടുത്താൽ ആ കടം എങ്ങനെ വീട്ടും എന്നൊക്കെയുള്ള ഒരു ചിന്ത ഒരു പക്ഷേ SBIക്ക് ഉണ്ടായി കാണും. അപ്പോൾ ഈ സാഹചര്യത്തിൽ എങ്ങനെ പണം സ്വരൂപിക്കും എന്നുള്ളത്, അതായത് ഈ പ്രോഗ്രാം ഓരോ മാസവും 93 കോടിയുടെ പ്രത്യേക ഈ പദ്ധതി 3 കോടി സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്ന ഈ പദ്ധതി എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകും? ഇപ്പോൾ തന്നെ 43 കോടിയുടെ അധിക ചെലവ് വന്നിരിക്കുന്നു എന്ന് വരുമ്പോൾ, അപ്പോഴാണ് ഗവൺമെൻറ് പലതരത്തിൽ നേരത്തെ എന്നോട് തന്നെ പലരും നിർദ്ദേശിച്ചതനുസരിച്ച് ഞാനൊരു സ്കീം പറഞ്ഞിരുന്നു. അതായത് പ്രിയദർശിനി ലോട്ടറി. നമ്മൾ കാരുണ്യ ലോട്ടറി കൊണ്ടുവന്നത് അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിലായിരുന്നു. അതായത് പാവപ്പെട്ട രോഗികൾക്ക് വളരെ പ്രധാനപ്പെട്ട 5 മാരക രോഗങ്ങൾക്ക് വലിയ ലക്ഷക്കണക്കിന് ചെലവ് വരുന്ന ചികിത്സയാണ് ആവശ്യം. അപ്പോൾ അത്തരം, അതായത് ഹാർട്ടിന്, ലിവറിന്, കിഡ്നിക്ക് ഒക്കെ ഉണ്ടാകുന്ന തകരാറുകൾ, അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ട പണം കണ്ടെത്താനായിട്ട് കാരുണ്യ ലോട്ടറി കൊണ്ടുവന്നത് അങ്ങനെയാണ്. ആ കാരുണ്യ ലോട്ടറി കൊണ്ടുവന്നത് ബിജു പ്രഭാകർ എന്ന IAS അതിൻ്റെ ലോട്ടറി ഡയറക്ടറായിട്ട് ഇരിക്കുമ്പോഴാണ് ആ കോൺസെപ്റ്റ് കണ്ടുപിടിച്ച് കൊണ്ടുവന്നത്. അതുപോലെ ഓരോരുത്തരാണ് ഇതുപോലെ ചില കോൺസെപ്റ്റ് കണ്ടുപിടിക്കുന്നത്. പ്രിയദർശിനി ലോട്ടറി എന്നൊരു ലോട്ടറി തുടങ്ങിയാൽ, അതായത് അതിലേക്ക് ഈ കാരുണ്യ ലോട്ടറിയിലേക്ക് ധാരാളം പണം വരുമായിരുന്നു. പക്ഷേ അത് നമ്മൾ ഓർക്കണം, കാരുണ്യ ലോട്ടറിയെ വലിയ തോതിൽ LDF ഗവൺമെൻറ് മിസ്യൂസ് ചെയ്തു. അതായത് നിങ്ങൾ ഈ ബജറ്റ് ഇൻ ബ്രീഫ് ഡോക്യുമെൻ്റ് എടുത്ത് നോക്കിയാൽ അറിയാം, 14,494 കോടി രൂപയാണ് 2025-26 ലോട്ടറിക്ക് കിട്ടിയത്. കാരുണ്യ ലോട്ടറിക്ക് മാത്രം എത്ര കിട്ടിയെന്ന് അവിടെ പറയുന്നില്ല. ലോട്ടറിക്ക് കിട്ടിയത് 14,494 കോടി രൂപയിലധികമാണ്. എന്നിട്ട് 2000 കോടിയിലേറെ, 2017 കോടിയോ മറ്റോ കുടിശ്ശിക കൊടുക്കാനുണ്ട് ഈ കാരുണ്യ സ്കീമിലെ ഭാഗമായിട്ടുള്ള മെഡിക്കൽ കോളേജുകൾക്കും മറ്റ് വലിയ ആശുപത്രികൾക്കും. അതുകൊണ്ട് അവരൊക്കെ ഇതിൽ നിന്ന് മാറിപ്പോവുകയാണെന്നാണ് പറഞ്ഞത്. അത് LDF ഗവൺമെൻറ്റിൻ്റെ നെറികേട് കൊണ്ട് സംഭവിച്ചതാണ്. അതായത് ലോട്ടറി വഴി പണം കിട്ടിയിട്ടും, കാരുണ്യ ലോട്ടറി വഴി പണം കിട്ടിയിട്ടും അത് CAG ചൂണ്ടിക്കാണിക്കുന്നത് പോലെ വകമാറ്റി ചെലവഴിച്ച ആ കർമ്മം കൊണ്ട് സംഭവിച്ചതാണ്. ഈ പാവപ്പെട്ട രോഗികൾ, ലക്ഷക്കണക്കിന് പാവപ്പെട്ട രോഗികളാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലം മുതൽ ഇന്ന് വരെ ഈ പ്രയോജനപ്പെടുത്തി രക്ഷപ്പെട്ടിട്ടുള്ളത്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ അതിന് ഒരു മുടക്കം വരാൻ പോകുന്നത്. പക്ഷെ നമ്മൾ ഓർക്കണം, കാരുണ്യ ലോട്ടറി ആയതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പേര്, ലോട്ടറിയോട് യാതൊരു താല്പര്യമില്ലാത്തവരും അതിലിടുമായിരുന്നു. അതുപോലെ തന്നെ സ്ത്രീകളുടെ സമത്വം, സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു മുൻഗണന എന്നൊക്കെയുള്ള കാര്യങ്ങളെ വളരെ നല്ല നിലയിൽ നോക്കിക്കാണുന്ന ഒരുപാട് ജനസമൂഹമുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അത്തരക്കാർ ഇങ്ങനെ ഒരു ലോട്ടറി കൊണ്ടുവന്നാൽ, പ്രിയദർശിനി ലോട്ടറി എന്നൊരു ലോട്ടറി കൊണ്ടുവന്നാൽ, ആ പേര് പോലെ തന്നെ അതിലേക്ക് പ്രിയത്തോടു കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്നവർ, ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നവരുണ്ടാകും. അത് ഒരു പക്ഷേ KSRTCയുടെ എന്നേക്കുമുള്ള വിജയത്തിൻ്റെ ഒരു സാധ്യത, ഒരു തിരിതെളിയിലായി വന്നെന്നും വരാം. അപ്പോൾ അത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്.
അതുപോലെ എനിക്ക് ഓർമ്മപ്പെടുത്താൻ വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. സർക്കാർ വിചാരിച്ചാൽ ചെലവ് ചുരുക്കി പണം കണ്ടെത്താൻ കഴിയും. അങ്ങനെ എങ്ങനെ ചെലവ് ചുരുക്കാം? ഈ അടുത്ത നാളിൽ ഒരു പബ്ലിക് കോൺട്രാക്ടർ, അതായത് അദ്ദേഹത്തിന് എൻ്റെ വീടൊന്നും അറിയില്ലായിരുന്നു. പോസ്റ്റ് ഓഫീസിൽ, മണ്ണന്തല പോസ്റ്റ് ഓഫീസിൽ വന്ന് അന്വേഷിച്ചാണ് എൻ്റെ വീട് കണ്ടുപിടിച്ച് അദ്ദേഹം വന്നിട്ട് എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞാനപ്പോൾ മൂക്കത്ത് കൈവിരൽ വെച്ച് പോയി ഈ സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞത് ടോപ്പ് ടു ബോട്ടം എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത്, എങ്ങനെയാണ് സ്വന്തം പോക്കറ്റ് വീർപ്പിക്കേണ്ടത് എന്ന് വിചാരിച്ച് നടക്കുന്നവരാണല്ലോ എന്ന സങ്കടം എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ ആ നല്ല മനുഷ്യൻ, ആ കോൺട്രാക്ടർ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കണം. അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഒറ്റ കാര്യം മാത്രം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മന്ത്രിയും അറിയുക. മുഖ്യമന്ത്രി അറിഞ്ഞാലേ അത് പൊതുവായിട്ടൊരു മാനദണ്ഡം ഉണ്ടാക്കാൻ ശ്രമിക്കൂ. അപ്പോൾ എന്താണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്? അതായത് എല്ലാ വർഷവും ഇപ്പോൾ ഒരു പുതിയ ഗവൺമെൻറ് വന്നപ്പോഴത്തേക്ക് ഒരുപാട് IAS ഓഫീസർമാർക്കൊക്കെ അവരുടെ ക്വാർട്ടേഴ്സിന് അവരുടെ പോസ്റ്റിങ്സിൽ മാറ്റം വരും. പോസ്റ്റിങ്സിൽ മാറ്റം വരുമ്പോഴേക്കും അവർ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സ് മാറി പുതിയ ക്വാർട്ടേഴ്സിലേക്ക് മാറും. അപ്പോൾ ഈ ക്വാർട്ടേഴ്സിൻ്റെ ഒരു റെനോവേഷൻ, അങ്ങനെ ഒരു റെനോവേഷൻ എന്ന പേര് പറഞ്ഞ് ഓരോ IASകാർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൂട്ടുന്നത്. നമ്മൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ സമയത്ത് അദ്ദേഹത്തിൻ്റെ തൊഴുത്തിന് പോലും വേണ്ടി ചെലവഴിച്ച ലക്ഷങ്ങളുടെ കഥകളൊക്കെ പറയാറുണ്ട് നമ്മൾ. അതുപോലെ ലക്ഷങ്ങൾ ചെലവഴിച്ച് നടത്തുന്ന റെനോവേഷൻ ക്വാർട്ടേഴ്സിൻ്റെ അതിഭീകരമായ കഥകളാണ് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞത്. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. അങ്ങനെ പേര് പറഞ്ഞിട്ട് കാര്യമില്ല. പേര് പറഞ്ഞ് ആരെയും ദ്രോഹിക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ എനിക്ക് ഗവൺമെൻറ്റിനോട് പറയാനുള്ള ഒരു കാര്യം, ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കാൻ ബുദ്ധിമുട്ട് വരികയല്ലേ ഇപ്പം പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടായിട്ട്. ആ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ഒരു മാർഗം ഇതാ. IASകാരാകട്ടെ ആരുമാകട്ടെ, ക്വാർട്ടേഴ്സിൻ്റെ റെനോവേഷന് വേണ്ടി ചെലവഴിക്കാവുന്ന ഫണ്ടിന് ഒരു പരിധി നിശ്ചയിക്കുക. ആ പരിധിക്ക് മുകളിൽ ആരും ഒരു റെനോവേഷനും വേണ്ട, സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്താകണം ബാക്കി റെനോവേഷൻ എന്ന തീരുമാനം, ഒരു പരിധി നിശ്ചയിക്കുക. ആ പരിധി നിശ്ചയിച്ച ഈ നാട്ടിലെ ജനങ്ങൾ നിങ്ങൾക്ക് ഗവൺമെൻറ്റിന് UDFന് കൂടുതൽ വോട്ട് തരികയുള്ളൂ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ. അതല്ലാതെ അതിൻ്റെ പേരിൽ ജനങ്ങൾ ആരും വോട്ട് കുറച്ച് കളയത്തില്ല. അടുത്ത പ്രാവശ്യം ഈ ഗവൺമെൻറ് വരണ്ട എന്ന് തീരുമാനിക്കില്ല. അപ്പം അങ്ങനെ ഒരു പരിധി നിശ്ചയിക്കുക. വീടിൻ്റെ റെനോവേഷന് ഇത്രയധികം ഫണ്ട്, ഇത്ര വരെയേ പാടുള്ളൂ എന്നൊരു പരിധി നിശ്ചയിക്കുക. അതുപോലെ വാഹനങ്ങൾ വാങ്ങുമ്പോൾ ഏറ്റവും വില കൂടിയ വാഹനങ്ങൾ തന്നെ വാങ്ങണമെന്ന് വിചാരിക്കാതെ അതിനും ഒരു പരിധി നിശ്ചയിക്കുക. അങ്ങനെ ഒരുപാട് പരിധികൾ നമ്മൾ ഉണ്ടല്ലോ. നേരത്തെ ഇതിനു മുമ്പ് ഈ LDF ഗവൺമെൻറ് ഇരിക്കെ തന്നെ അവസാന ഘട്ടത്തിൽ വന്ന ഒരു ചർച്ച ഞാൻ ഓർക്കുകയാണ്. സെക്രട്ടേറിയറ്റിലെ ചായ കുടിക്കാൻ വേണ്ടി ചെലവഴിക്കുന്ന, അതായത് അവിടെ വരുന്ന IASകാരോ അല്ലെങ്കിൽ തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരോ അവരുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കാം ചെലവഴിക്കുന്ന. അങ്ങനെ ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന ഒരവസ്ഥ വരുന്നു എന്ന് കേട്ടു നമ്മൾ. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒരു പുതിയ ഫാക്ടർ വന്നു, ലാറ്റെ ഫാക്ടർ എന്നാണ് അതിന് പറയുക. ലാറ്റെ ഫാക്ടർ, LATE, ലാറ്റെ ഫാക്ടർ എന്ന് വെച്ചാൽ ആദ്യം ഇപ്പോൾ ഒരു പെഗ് കഴിച്ച് തുടങ്ങിയവൻ പിന്നെ മുഴുക്കുടിയനാകുന്നത് പോലെ ആദ്യം ഒരു കപ്പ് ചായയിൽ തുടങ്ങുന്നു. സ്വന്തമായിട്ടൊരു കപ്പ് ചായ IAS ഓഫീസറോ അല്ലെങ്കിൽ തലപ്പത്തിരിക്കുന്ന ഓഫീസറോ കഴിക്കുന്നു. അത് കഴിയുമ്പോൾ കൂടെ ഇരിക്കുന്നവർക്കും കൊടുക്കാമെന്നാകുന്നു. ആ തരത്തിൽ ഇതങ്ങ് വളർന്ന് വലുതാകും, ഖജനാവിനെ മുടിക്കുന്ന തരത്തിലേക്ക് വളരും ഇതുപോലെയുള്ള ശീലങ്ങൾ. അതുകൊണ്ട് സെക്രട്ടേറിയറ്റിൽ ഇതുപോലെയുള്ള ശീലങ്ങൾ, അതായത് മാന്യന്മാരാരും തന്നെ സർക്കാരിൻ്റെ പണം കൊണ്ട് ചായ കുടിച്ച് സുഹൃത്തുക്കളെ പ്രീണിപ്പിക്കാമെന്നും വിചാരിക്കില്ല. മാന്യതയുണ്ടെങ്കിൽ ആ മാന്യത ഒരുപാട് പേർക്കും ഇല്ല എന്നാണ് ആ കോൺട്രാക്ടർ എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. കോൺട്രാക്ടർ പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്, അതും ഗവൺമെൻറ് ശ്രദ്ധിക്കണേ. ഇപ്പോഴൊക്കെ PWDയിലും മറ്റതുപോലെയുള്ള ഓഫീസുകളിലും ഒക്കെ വന്നിരിക്കുന്ന വനിതകളാണ് കൂടുതൽ കൈക്കൂലി ഭ്രാന്തുള്ളവർ എന്നാണ് പറഞ്ഞത്. പുരുഷന്മാരെക്കാൾ കൂടുതൽ വനിതകളാണ് എങ്ങനെയെങ്കിലും പണം കൈമടങ്ങ് കിട്ടണം എന്ന് വിചാരിച്ച് പ്രവർത്തിക്കുന്നവരെന്ന്. ആ കാര്യത്തിലും കൂടി വിജിലൻസ് ഒന്ന് ശ്രദ്ധ വയ്ക്കുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും.
അതായത് സർക്കാരിൻ്റെ ഖജനാവ് കാലിയാകുന്ന എത്രയെത്ര ലീക്കേജസ് ആണ്. ഈ ലീക്കേജസ് ഒക്കെ അടയ്ക്കണം. ആ ലീക്കേജസ് ഒക്കെ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിലാണ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ എന്നും പറഞ്ഞിട്ട് ഒരു ബോഡിയെ ശമ്പളവും സൗകര്യങ്ങളും കൊടുത്ത് അവിടെ നിർത്തിയിരിക്കുന്നത്? അതുകൊണ്ട് സർക്കാർ ഒന്ന് കണ്ണ് തുറക്കണം. ഒന്ന് കണ്ണ് തുറന്നാൽ ഈ വിജിലൻസ് ഒക്കെ ഒന്ന് വളരെ നന്നായി നടത്തുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഈ തരത്തിലുള്ള ലീക്കേജസ് ആരും കാണാതെ നഷ്ടപ്പെട്ടു പോകുന്ന ബഹുകോടികൾ നമുക്ക് എടുക്കാം. അതുപോലെ നികുതി പിരിവിലെ ഈ പറയപ്പെട്ട CAG കണ്ടുപിടിച്ച 2023-24 28,000 കോടി പോലെയുള്ള നികുതി പിരിവിലെ കുടിശ്ശിക വരാതെ ആദ്യം മുതലേ വേണ്ട നടപടികളൊക്കെ എടുക്കുകയാണെങ്കിൽ റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റും. അങ്ങനെ പോയാൽ തന്നെ ഈ പറയപ്പെട്ട സ്ത്രീ സൗജന്യ യാത്രയ്ക്ക് വേണ്ടി വരുന്ന ചെലവ്, അധിക ചെലവ് തീർച്ചയായിട്ടും വഹിക്കാൻ പറ്റും. അതുപോലെ എനിക്ക് ഗവൺമെൻറ്റിനോട് ഒരുപാട് പേര് എൻ്റെ ഫോൺ എടുത്തു നോക്കിയാൽ എനിക്ക് മെസ്സേജസിൻ്റെ ഒരു പ്രളയം തന്നെയുണ്ട്. അവരൊക്കെ എന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നല്ലേ? അവരുടെ ഒക്കെ ആവശ്യം വനിതകൾക്ക് കൊടുക്കുന്നത് നല്ല, അത് പക്ഷേ താഴെ തട്ടിലെ 2 കാർഡുകാർക്ക് മാത്രം കൊടുക്കുക. അതിന് മുകളിലോട്ടുള്ളവർക്ക് അത് അങ്ങനെ സാമ്പത്തിക ഭദ്രത ഇല്ലാത്ത ആരെങ്കിലും ചിലപ്പോൾ കാർഡുമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ അഹങ്കാരം കൊണ്ട് നടക്കണയാണോ എന്നും കൂടി നോക്കിയിട്ട് വേണം കേട്ടോ. ഞാൻ പടക്കാരിയാണെന്ന് കാണിക്കാൻ വേണ്ടി ഒന്നും കയ്യിലില്ലെങ്കിലും വെള്ള കാർഡും കൊണ്ട് നടക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് സൗജന്യം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അഹങ്കാരം കളഞ്ഞ് കുളിച്ചു വരുമ്പോൾ മാത്രമേ കൊടുക്കാവുള്ളൂ. അപ്പം അങ്ങനെ ഈ പറയപ്പെട്ട ധനികരായ സ്ത്രീകൾ ഒന്നാമത് അവർ ചൂഷണത്തിന്, അതായത് അവർ ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് കിട്ടുന്ന സൗജന്യം പാവപ്പെട്ടവരെന്ന് പറഞ്ഞിട്ടില്ല ഗവൺമെൻറ്, അത് ശരിയാണ്. പക്ഷെ ഗവൺമെൻറ്റിൻ്റെ ഖജനാവ് എങ്ങനെയുള്ളതാണ് എന്നവർ ഓർക്കണം. അവരെ പോലെ സമ്പന്നരായ ആൾക്കാർക്കും സൗജന്യ യാത്ര അനുഭവിക്കേണ്ട തരത്തിലാണോ ഗവൺമെൻറ്റിൻ്റെ ഖജനാവ് എന്ന് അവരൊരു ആത്മവിമർശനം നടത്തി നോക്കണം. എന്നിട്ട് ഈ സർക്കാരിൻ്റെ ഖജനാവ് വളരെ ശുഷ്കമാണ്, അതുകൊണ്ട് എനിക്ക് സൗജന്യ യാത്ര വേണ്ട എന്ന് പറഞ്ഞ് പിന്മാറാൻ അവർ തയ്യാറാകണം. ഇനി അവർ തയ്യാറാകുന്നില്ലെങ്കിൽ ആധാർ കാർഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ അവരുടെ റേഷൻ കാർഡിൻ്റെ നിറം നോക്കിയോ ഒക്കെ ഗവൺമെൻറ് തന്നെ ഒരു കടും വെട്ടുക. താഴെ തട്ടിലെ കാർഡ് അവരാണ് യാത്ര ചെയ്യാൻ പണമില്ലാത്തതിൻ്റെ പേരിൽ തൊഴിലിന്, വീട്ടുജോലിക്കോ ഒന്നിനും പോകാതിരിക്കേണ്ടി വരുന്നതും പട്ടിണി കിടക്കേണ്ടി വരുന്നതും. അവരുടെ കുട്ടികളാണ് സ്കൂളിൽ പോകാതിരിക്കേണ്ടി വരിക. അപ്പോൾ അങ്ങനെയുള്ളവരെ നോക്കി അവർക്ക് മാത്രം, ഇനി ഇടയ്ക്ക് അങ്ങനെ അല്ലാത്തവർക്ക് യാദൃച്ഛികമായിട്ട് പിന്നെ ഇങ്ങനെ സാമ്പത്തികമായിട്ട് വളരെ മോശമായ അവസ്ഥയിലുള്ളവർക്കും ചിലപ്പോൾ വെള്ളക്കാർഡൊക്കെ റേഷൻ കാർഡ് ഉണ്ടായി എന്ന് വരാം. അത് നോക്കുക. പിന്നെ നോക്കേണ്ടവർ നോക്കിയാൽ അത് കൃത്യതയോടെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഇതിൽ നിന്ന് മാറ്റി നിർത്തേണ്ടവരെ മാറ്റി നിർത്തുക. അങ്ങനെ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്, അല്ലാത്ത പക്ഷം സ്വകാര്യ ബസ് ഉടമകൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകും. അങ്ങനെ ആകുമ്പോൾ സ്വകാര്യ ബസ് ഉടമകൾ ഒരു പക്ഷേ ഓട്ടം നിർത്താം. അങ്ങനെ നിർത്തിയില്ലെങ്കിൽ തന്നെയും നമുക്കറിയാം, ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ KSRTC കുറച്ച് പുതിയ ബസ്സുകൾ മേടിക്കണമെന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ കയ്യിൽ ഇപ്പോൾ പണമുള്ള അവസ്ഥയല്ല. അപ്പം ആകെപ്പാടെ നോക്കുമ്പോൾ പുരുഷ യാത്രക്കാരെ ശിക്ഷിക്കുന്നതിന് തുല്യമാകും സ്ത്രീ യാത്രക്കാർക്ക് കൊടുക്കുന്ന ഈ സൗജന്യം. അങ്ങനെ ഒരിക്കലും പാടില്ല. അതായത് ഇതിൻ്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ഈ നാടിൻ്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് മുന്നേറുന്ന പുരുഷ കേസരികളെ അടിച്ചമർത്തുന്നതിന് തുല്യം അവരുടെ യാത്ര സാധ്യതകളെ ഇല്ലാതെയാക്കിക്കൊണ്ടാകരുത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രദാനം ചെയ്യുന്നത്. നമുക്കിത് രണ്ടും തുല്യമായിട്ട് പോകണം. അങ്ങനെ തുല്യമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ സ്വകാര്യ ബസ്സുകൾ അവർക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ചില സാധ്യതകൾ, അഡ്വർടൈസ്മെൻറ്റ്, അതുകൊണ്ടൊക്കെ അവരുടെ നഷ്ടം തീരുമോ? അങ്ങനെ അവരുടെ നഷ്ടം തീരുകയില്ലെങ്കിൽ അവരെ മുങ്കാക്കയത്തിലേക്ക് തള്ളി വിട്ടതിന് ശേഷം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞതുപോലെ താഴെ ഉള്ള 2 കാർഡുകൾ നോക്കി അവർക്ക് മാത്രമായിട്ട്, അവർക്ക് എല്ലാ ബസ്സുകളിലും, അത് ഡീലക്സ് ബസ്സാണെങ്കിൽ ഏത് ബസ്സാണെങ്കിലും അവർക്ക് സൗജന്യ യാത്ര നൽകുന്നതിൽ അപകടമില്ല. പക്ഷേ ധനികരായ സ്ത്രീകൾ, ഇപ്പോൾ അതുപോലെ തന്നെ IAS അല്ലെങ്കിൽ വലിയ ക്ലാസ് ഓഫീസർമാരായിട്ട് സെക്രട്ടേറിയറ്റിലോ എവിടെയാണെങ്കിലും പ്രവർത്തിക്കുന്നവർക്കൊക്കെ വലിയ ശമ്പളം കിട്ടുന്നവരാണ്. ഇപ്പോൾ എനിക്കറിയാം, കോളേജ് അധ്യാപകരുടെയൊക്കെ ശമ്പളം ഞാൻ എത്രയാണെന്ന് ഇവിടെ പറയുന്നില്ല. പറഞ്ഞു കേട്ടാൽ നമ്മുടെ സാധാരണ മനുഷ്യരുടെ തല കറങ്ങും. അത്ര വലിയ ശമ്പളം പറ്റുന്നവരാണ് ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥരും.
അപ്പോൾ അത്തരക്കാർക്കൊക്കെ അവരൊക്കെ ഈ സൗജന്യം, അതായത് സമ്പത്തിൻ്റെ കാര്യത്തിൽ എത്ര വാരി കൂട്ടിയാലും തൃപ്തരാകാത്തവരാണ് മനുഷ്യരെന്ന് പറഞ്ഞാൽ. അതാണ് ഗാർഗിയും മൈത്രേയനും തമ്മിലുള്ള ഒരു സംഭാഷണം. നമ്മുടെ അമർത്യ സെൻ അദ്ദേഹത്തിൻ്റെ 2017 പബ്ലിഷ് ചെയ്തൊരു പുസ്തകമുണ്ട്, ദി ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ എന്ന പുസ്തകം. ആ പുസ്തകത്തിൽ ഗാർഗി സ്വന്തം ഭർത്താവായ മൈത്രേയനോട് ചോദിക്കുന്നു, ലോകം മുഴുവൻ സ്വന്തമാക്കിയാൽ മരണത്തെ അതിജീവിക്കാൻ ഒക്കുമോ? അപ്പോൾ മൈത്രേയൻ പറയുന്നു, ഒരു കാരണവശാലും പറ്റില്ല. മനുഷ്യനായിട്ട് ജനിച്ചാൽ മർത്യനാണ്, മരിച്ചേ പറ്റൂ എന്ന്. പക്ഷേ നമുക്ക് സമ്പത്ത് കുറച്ചൊക്കെ വേണം. കാരണം ഒരു നല്ല രീതിയിലെ വിദ്യാഭ്യാസവും മറ്റും നേടി മാന്യമായി ജീവിച്ച് മരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമ്പത്ത് ആവശ്യമാണ്. പക്ഷേ വാരി കൂട്ടേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ജനങ്ങൾ വായിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ വാരി കൂട്ടണമെന്ന് വിചാരിക്കാതെ എനിക്ക് ഈ ഈശ്വരകൃപ കൊണ്ട് ഇത്രയും കിട്ടുന്നുണ്ട്, ഈ സൗജന്യ യാത്രയ്ക്ക് വേണ്ടി ഞാൻ പോകണ്ട, എന്നേക്കാൾ താഴെ ശമ്പളം പറ്റുന്നവർ എന്നൊക്കെയുള്ള രീതിയിൽ ഒരു വിശകലനം നടത്തി തീരുമാനിക്കണം ഓരോരുത്തരും ഈ ഫ്രീ സർവീസിന് പോകണോ പോകണ്ടയോ എന്ന്. എന്നിട്ട് ഈ ഫ്രീ ബസ് യാത്ര പാവപ്പെട്ടവർക്ക് മാത്രമായിരിക്കട്ടെ എന്ന് എല്ലാവരും തീരുമാനിച്ചാൽ, ധനികരായിട്ടുള്ള എല്ലാവരും തീരുമാനിച്ചാൽ സർക്കാരിൻ്റെ ഖജനാവിന് അത്ര വലിയ കനത്ത തിരിച്ചടി ഉണ്ടാവില്ല. സർക്കാർ ഇതര മാർഗങ്ങൾ നോക്കി പോകേണ്ടിയും വരില്ല. പക്ഷേ സർക്കാരിന് ഒരുപാട് സാധ്യതകൾ ഉണ്ട് മുൻപിൽ. എല്ലാത്തരം കാര്യക്ഷമതയില്ലായ്മയും എല്ലാത്തരം ലീക്കേജസും കണ്ടുപിടിച്ച് അടയ്ക്കുക. അങ്ങനെ അടയ്ക്കാനുള്ള കഴിവുണ്ടാവുക. ഓരോ മേലുദ്യോഗസ്ഥനും അവനവൻ്റെ വകുപ്പ് കൊണ്ട് സർക്കാരിനുണ്ടാകുന്ന ലീക്കേജ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റണം. അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റാത്തവരെ ശിക്ഷിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഈ പറയപ്പെട്ട സൗജന്യ യാത്രാ പദ്ധതി മുൻപോട്ട് പോകട്ടെ. പക്ഷേ സർക്കാർ തീർച്ചയായിട്ടും അതിനെപ്പറ്റി വെച്ചിരിക്കുന്ന കമ്മീഷൻ ശക്തമായൊരു കമ്മീഷനാണെന്ന് വിശ്വസിക്കുന്നു. ആ കമ്മീഷൻ നല്ല കണ്ടെത്തലുകൾ നടത്തി ശക്തമായ തീരുമാനങ്ങൾ എടുക്കട്ടെ. ആ തീരുമാനങ്ങളുമായിട്ട് ഈ പദ്ധതി മുൻപോട്ട് പോകട്ടെ 100% വിജയത്തോടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു.